ഗൈസ്, നമുക്കൊരു ഏജ് കഴിഞ്ഞ സമയത്ത്, നമ്മുടെ ഏജ് കൂടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തും ഹെയറിൻ്റെ ഹെൽത്തൊക്കെ കുറഞ്ഞു വരുന്നത് നമ്മൾ കാണാറുണ്ടാവും. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈല്, നമ്മുടെ പൂറായിട്ടുള്ള ഡയറ്റ് ഈ ഒരു പ്രോസസ്സിങ് ഫാസ്റ്റ് ആക്കാറുണ്ട്. ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് കൊളാജൻ. ഹെയറിൻ്റെ ഹെൽത്തിന് കെരാറ്റിനും മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് സ്കിൻ കെയറിങ്ങും പേഴ്സണൽ കെയറിംഗ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്കും സിമ്പിളായിട്ട് സ്കിൻ കെയറിങ്ങും പേഴ്സണൽ കെയറിംഗ് ഒക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എക്സസൈസ്. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ഓടിച്ചാടി കളിച്ച് നടന്ന ഒരു പ്രായത്തിൽ നിന്ന് നമ്മളൊരു ഏജ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 4 days എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യണം. ഒപ്പം തന്നെ വീക്കിലി 2 ദിവസം നമ്മൾ മസ്റ്റായിട്ടും കാർഡിയോ ചെയ്യണം. കാർഡിയോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് എന്ന് പറയുമ്പം നമുക്ക് നോർമലായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം. അടുത്തത് നമുക്ക് ജോഗിങ്ങിനോ റണ്ണിങ്ങിനോ പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ പോയി നമുക്ക് എക്സസൈസ് ചെയ്യാം, ബോഡി ബിൽഡിങ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏജ് കൂടുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ബോഡിയിലെ മസിൽസ് ഗ്രോത്ത് സ്ലോ ആവുമെന്നാണ് പറയുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡിയുടെ മസിൽസിന് നമ്മൾ എക്സ്ട്രാ ഒരു കെയർ കൊടുത്ത് മസിൽസ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വർക്കൗട്ടുകൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡ് ഇൻടേക്ക് എടുക്കുന്നതിനും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നതിനും ഹൈഡ്രേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്കിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയൊരു ഓർഗൻ സ്കിൻ തന്നെയാണ്. അപ്പം സ്കിൻ എത്രത്തോളം ഹെൽത്തി ആണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു പോയിന്റ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഡയറ്റോ, ഇത് കേട്ട് മടുത്തൊരു കാര്യമായിരിക്കും ഡയറ്റ് എന്ന് പറയുന്നത്. ഡയറ്റിനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷേ ഇഷ്ടം പോലെ കഴിക്കാതിരുന്നാൽ മതി. ശരിക്കും നമ്മളെല്ലാവരും ചെയ്യുന്നത് നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു ഫുഡ് ഹാബിറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക്, നമ്മുടെ ഒരു യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല ഒരു ദിവസം എത്രത്തോളം ഷുഗർ കഴിക്കണം, ഒരു ദിവസം എത്രത്തോളം ന്യൂട്രീഷൻസ് നമ്മൾ കഴിക്കണം, എത്രത്തോളം കലോറി നമ്മൾ കഴിക്കണം എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ടൊരു വ്യക്തതയായിട്ടുള്ള ധാരണയില്ല. ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മെൻ ഓർ വുമൺ ശരിക്കും 2000 മുതൽ 2500 കലോറീസ് ഒരു ദിവസം എടുക്കണം. ഈ കഴിക്കുന്ന ഫുഡിനകത്ത് നിന്ന് നമ്മുടെ മസിൽസിൻ്റെ ഗ്രോത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസ് കിട്ടണം, ന്യൂട്രിയൻസ് കിട്ടണം, സ്കിൻ ഹെൽത്തിന് വൈറ്റമിൻസ് കിട്ടണം. ഇതെല്ലാം കിട്ടണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരാ. ഒത്തിരി ജങ്ക് ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ടോ, ഒത്തിരി കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നതുകൊണ്ടോ, ഒത്തിരി ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ്, ലെയ്സ് പോലത്തെ ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, ഷുഗർ കണ്ടന്റ് ഉണ്ട്, സാൾട്ട് കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് ദോഷമായിട്ട് തരത്തേ ഉള്ളൂ. നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ അത് ദോഷമായിട്ട് ബാധിക്കത്തേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പലപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടാകില്ല എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഡയറ്റിൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഫൈറ്റിഗയുടെ ലെറ്റ് ഇറ്റ് ഗ്ലോ എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും നെയിലിൻ്റെ ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ്, അതായത് കൊളാജൻ, L-ഗ്ലൂട്ടാത്തയോൺ, ഹയാലുറോണിക് ആസിഡ്, വൈറ്റമിൻസ്, ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പൗഡർ, ഇതൊരു പൗഡർ രൂപത്തിലാണ് വരുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാവുന്നതാണ്. നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഇപ്പം നമുക്കറിയാം കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കുന്നതിന്, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വ്രിങ്കിൾസ്, ഏജിങ് ലൈൻ, ഫൈൻ ലൈൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് കൊളാജൻ ഹെൽപ്പ് ചെയ്യും. L-ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കുന്നതിന്, ഒപ്പം തന്നെ സ്കിന്നിനെ ഗ്ലോ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഹയാലുറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് എത്തിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരു സ്മൂത്ത് ആക്കി വയ്ക്കുന്നതിന് ഈ ഒരു ഹയാലുറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കൊളാജൻ പ്രോപ്പറായിട്ട് ബോഡി അബ്സോർബ് ചെയ്യുന്നതിന് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നെയിലിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ ഈ ഒരു ഫൈറ്റിഗയുടെ ഈ ഒരു ലെറ്റ് ഇറ്റ് ഗ്ലോയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുന്നതാണ്. ഡെയിലി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിൽ 100 ml വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഒരു സ്കൂപ്പ് ഇടുക. 8 ഗ്രാമാണ് ഈ സ്കൂപ്പ് വരുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സൺടാനും പിഗ്മെൻറ്റേഷൻസും അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടുകളും പിമ്പിൾസും ആഗ്നെ വന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ 3 months കണ്ടിന്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ശരിക്കും നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസ് നമുക്ക് കിട്ടാതെ വരുന്ന സിറ്റുവേഷനിലാണ് ഇത്തരം സപ്ലിമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഫൈറ്റിഗയുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിനുവേണ്ടി ഫൈറ്റിഗ 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് പലർക്കും സപ്ലിമെൻറ്റ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. നമുക്ക് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡയറ്റ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്കിന്നും ഹെയറും നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന
ഡയറ്റൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ഗൂഗിളിലൊക്കെ കുറച്ച് നേരം സമയം കണ്ടെത്തി നമുക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 5K ലൈക്ക് നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഡയറ്റിനെ കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്. അപ്പം സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്കിൻ പ്രോബ്ലംസ്, ഹെയർ പ്രോബ്ലംസ്, നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഫംഗ്ഷൻസ്, ഡൈജഷൻ പ്രോബ്ലംസ്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണവും ഇത് നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഫംഗ്ഷനിങ്ങിനെയും സ്കിൻ ഹെൽത്തിനെയും ഹെയർ ഹെൽത്തിനെയും ബാധിക്കും. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സസൈസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം അത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നുള്ള കാര്യമാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത്. നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ ഗുഡ് ബാക്ടീരിയസിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങും മറ്റ് ഫംഗ്ഷനിങ്ങും പ്രോപ്പർ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ഹെൽത്തി ആക്കുമ്പം നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് കൂടുതലും ആക്നെയും പിമ്പിൾസും ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് വീക്ക് ആകുമ്പോഴാണ്. നമ്മൾ കൂടുതലും ജങ്ക് ഫുഡുകൾ, ഓയിലി ഫുഡുകൾ, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡുകൾ, നമുക്ക് ന്യൂട്രീഷൻസ് കിട്ടാത്ത ഫുഡുകൾ കഴിക്കുമ്പോഴാണ് ഗട്ട് ബാക്ടീരിയാസ് മോശമായിട്ട് വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിനുള്ളിലെ ബാക്ടീരിയസിനെ നമ്മൾ നല്ല ബാക്ടീരിയസിനെ കൊണ്ടുവരണം. അതിന് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. പ്രോബയോട്ടിക് ഫുഡുകൾ എന്തൊക്കെയാണ് ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ഡെയിലി കഴിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ മെത്തേഡിലൊക്കെ ഹെൽത്തി ആയിട്ട് നമ്മൾ സ്കിൻ കെയറിംഗ് ഒക്കെ ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ടാൻ ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, നമ്മുടെ സ്കിൻ ഡള്ളാവും. അതുകൊണ്ട് തന്നെ ഒത്തിരി വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. സൺസ്ക്രീൻ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഒരു കുട പിടിച്ചുകൊണ്ട് നമ്മുടെ വെയിലിലേക്ക് ഡയറക്റ്റ് സൺ അടിക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജാക്കറ്റുകൾ കിട്ടും, അതായത് വിൻ ബ്രേക്കർ എന്ന് പറഞ്ഞു, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺ ടാൻ അടിക്കത്തില്ല. അങ്ങനത്തെ പ്രൊട്ടക്ഷൻസ് ഒക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക. ഇതും സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡിയുടെ ഒരു മെയിൻ സോഴ്സാണ് സൺ. ആ ഒരു വൈറ്റമിൻ ഡി അബ്സോർവ് ചെയ്യാൻ വേണ്ടി സണ്ണിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് മാത്രം വെയിൽ കൊള്ളുക. ഒപ്പം തന്നെ ഡെയിലി ഫേസ് വാഷിങ് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫേസ് വാഷ് ഉപയോഗിക്കാതെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ഡേ ടൈമിൽ നിങ്ങൾ പുറത്ത് പോയി ഒത്തിരി പൊടിയും പൊല്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം നൈറ്റിൽ ഫേസ് വാഷ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്ത് സ്കിന്നിൻ്റെ പോർസിലുണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഫേസ് സീറോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആക്നെയും പിമ്പിളിൻ്റെ കാര്യം പറയുമ്പം നമുക്ക് ആക്നെയും പിമ്പിളും വരാൻ ചാൻസ് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് ഡാൻഡ്രഫ്. അപ്പോൾ ഹെയർ കെയറിങ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഹെയർ കെയറിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ നമ്മൾ ജോങ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഹെയർ കെയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് കിറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഡാൻഡ്രഫ് മാറുന്നതിനും ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഹെയർ ഹെൽത്തി ആവുന്നതിനൊക്കെ ആ ഒരു പ്രൊഡക്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആഗ്നയും പിമ്പിൾസും വരുന്നതിൽ ഡാൻഡ്രഫിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മുടെ ബോഡി ആഗ്ന വരുന്നതിനും ഡാൻഡ്രഫിന് ഒരു കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഡാൻഡ്രഫ് മാറ്റേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ സ്കിൻ കെയറിങ് ഡെയിലി ബേസിൽ ഫോളോ ചെയ്യണം. നമുക്ക് ഡെഡിക്കേഷനും കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിങ്ങും ഹെയർ കെയറിങ്ങും നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ 5Tയുടെ ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആവശ്യമുള്ളത് വാങ്ങിക്കാവുന്നതാണ്. ഒപ്പം തുടർന്നും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ ഹെയർ കെയറിങ്, പേഴ്സണൽ ഹൈജീൻ, ഹെയർ കെയറിങ്, സ്കിൻ കെയറിങ് ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.